തലസ്ഥാനത്തെ തീരദേശ ഗ്രാമമായ പൂവാറിന്റെ മുഖം മാറും. പതിറ്റാണ്ടുകളായി പൂവാർ നെഞ്ചിലേറ്റിയ വികസന സ്വപ്നമാണ് പൂവാറിൽ ഒരു കപ്പൽ നിർമ്മാണശാല എന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഔദ്യോഗിക കമ്മീഷനിംഗ് പൂർത്തിയായതോടെ അടുത്തു തന്നെ കപ്പൽ നിർമ്മാണശാലയ്ക്കായുള്ള ചർച്ചകൾക്ക് കേന്ദ്രവും സംസ്ഥാനവും തയ്യാറാകുമെന്നാണ് സൂചന. കഴിഞ്ഞ ബജറ്റിൽ പൂവാറിലെ കപ്പൽ നിർമ്മാണശാലയെ സംബന്ധിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ നൽകിയ സൂചനയാണ് പ്രതീക്ഷകൾക്ക് കൂടുതൽ ബലമേകുന്നത്. വിഴിഞ്ഞം ഹാർബർ നിർമ്മാണം പൂർത്തിയായതോടെ തീരത്തെത്തുന്ന കൂറ്റൻ മദർ വെസലുകളുടെയും വൻകിട കപ്പലുകളുടെയും അറ്റകുറ്റപ്പണിക്കായി സൗകര്യം വേണം. ഇതോടെ വൻകിട കപ്പലുകൾക്ക് മെയിൻ്റനൻസ്, റിപ്പയർ എന്നിവയ്ക്കായി സമീപ പ്രദേശങ്ങളിൽ സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത ശക്തമായിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പൂവാറിൽ കപ്പൽ നിർമ്മാണശാലയ്ക്കായുള്ള ആസൂത്രണം വീണ്ടും ചർച്ചയിലാകുന്നത്. 2007 ആദ്യമായി പൂവാറിൽ കപ്പൽ നിർമ്മാണശാലയ്ക്കായുള്ള പദ്ധതി സംസ്ഥാന സർക്കാർ പരിഗണിച്ചത്. എന്നാൽ പിന്നീട് പദ്ധതിക്കാവശ്യമായ കേന്ദ്ര അംഗീകാരം, അന്താരാഷ്ട്ര നിക്ഷേപകർക്കുള്ള ആകർഷണങ്ങൾ, ഭൂമിയുടെ ഉടമസ്ഥാവകാശ പ്രശ്നങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ പദ്ധതി നിലച്ചു പോവുകയായിരുന്നു. അതിനിടെ വിഴിഞ്ഞം ഹാർബർ നിർമ്മാണം തുടങ്ങി. നിലവിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് സാങ്കേതികമായി പൂർത്തിയായതോടെ അടുത്ത ഘട്ടങ്ങളിലേക്ക് നീങ്ങുകയാണ്. തുറമുഖത്തിന്റെ പ്രവർത്തനം പൂർത്തിയായി ആദ്യഘട്ട കപ്പലുകൾ വന്ന് നങ്കൂരമിട്ടതോടെ തീരദേശ വികസനത്തിന് വലിയ പ്രചോദനം ലഭിച്ചിരിക്കുകയാണ്. പൂവാറിനോട് ചേർന്നുള്ള തീരങ്ങളിലെ കടലിന്റെ സ്വാഭാവിക ആഴം കപ്പൽ നിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾക്കുമുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ സഹായകമാണ്. സമുദ്രത്തിന്റെ ആഴം 24 മുതൽ 30 മീറ്റർ വരെയാണ്. അതും നിരന്തരം മെയിൻ്റനൻസ് ആവശ്യമില്ലാത്ത തരത്തിലുള്ള സ്വാഭാവിക ഗുണമുള്ള പരിസ്ഥിതി സൗകര്യമാണിവിടെ. കൂടാതെ വർഷം മുഴുവൻ കപ്പലുകൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന രീതിയിലുള്ള സമുദ്ര ചലനഘടനയും വേലിയേറ്റ വേലിയിറക്കത്തിലെ അനുപാതക്കുറവുമാണ് ഈ തീരത്തിന്റെ പ്രത്യേകത. ഈ സാങ്കേതികവും ഭൗതികവുമായ ഘടകങ്ങളാണ് പൂവാറിനെ രാജ്യത്തെ മറ്റേതൊരു തീരത്തെക്കാളും പ്രാധാന്യമുള്ളതാക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് 2013 കൊച്ചിൻ ഷിപ്പ്യാർഡിനെ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം സാധ്യതാ പഠനത്തിന് ചുമതലപ്പെടുത്തിയത്. പഠന റിപ്പോർട്ടിൽ പൂവാറിനെയാണ് കപ്പൽ നിർമ്മാണശാലയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലമായി കണ്ടെത്തിയത്. അതുപോലെ തുടർന്നുള്ള പഠനങ്ങളിൽ വിഴിഞ്ഞം, അഴീക്കൽ എന്നിവയായിരുന്നു പരിഗണനയിലെ മറ്റു കേന്ദ്രങ്ങൾ. എന്നാൽ പരിസ്ഥിതി അനുകൂലത, തദ്ദേശീയ ആവശ്യം, തീരദേശ ജനങ്ങളുടെ പിന്തുണ തുടങ്ങിയവയെ ആസ്പദമാക്കി പൂവാറാണ് മുന്നിൽ നിൽക്കുന്നത്. ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളെയും പരിഗണിച്ച് കഴിഞ്ഞ ബജറ്റിൽ ധനമന്ത്രി വ്യക്തമായി പറഞ്ഞത്, പൂവാറിൽ ഒരു കപ്പൽ നിർമ്മാണശാലയുണ്ടായാൽ അത് തിരുവനന്തപുരം ജില്ലയുടെ വ്യവസായ ഭൂപടത്തിൽ വലിയ മാറ്റം വരുത്തും. കോടികളുടെ നിക്ഷേപ സാധ്യതകളും നികുതി വരുമാനവും ഈ പദ്ധതിയിലൂടെ ലഭിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ അതിനുവേണ്ടിയുള്ള ചർച്ചകൾ നടത്തുകയാണ് ആദ്യം വേണ്ടത്. ഇതിനു പുറമെ വിഴിഞ്ഞത്തിന് സമീപമുള്ള പരിശോധനാ കേന്ദ്രങ്ങളും കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നടത്തിയ നിക്ഷേപ പ്രമോഷൻ പരിപാടികളിലും പൂവാറിനെ കപ്പൽ നിർമ്മാണശാല കേന്ദ്രമായി ആവിഷ്കരിച്ചാണ് ബിസിനസ് പ്രദർശനങ്ങൾ നടത്തിയത്. ഇതിലൂടെ അന്താരാഷ്ട്ര കപ്പൽ നിർമ്മാണ കമ്പനികളുടെയും നിക്ഷേപകരുടെയും ശ്രദ്ധ ഈ ഭാഗത്തേക്ക് തിരിയുകയും ചെയ്തിരുന്നു. പൂവാറിലെ കപ്പൽ നിർമ്മാണശാല യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്കാകെ സമുദ്ര വ്യാപാര മേഖലയിലും കപ്പൽ നിർമ്മാണ രംഗത്തും വലിയ മുന്നേറ്റം നടക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിംഗപ്പൂർ ഏതൻസ് പാതയിൽ ഇന്ത്യയിലോ സമീപ പ്രദേശങ്ങളിലോ മറ്റൊരു വലിയ കപ്പൽ നിർമ്മാണശാല അത്തരത്തിൽ നോക്കുമ്പോഴും അന്താരാഷ്ട്ര കപ്പൽ ചാല് വഴി സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് ഏറ്റവും എളുപ്പത്തിൽ അറ്റകുറ്റപ്പണികൾക്കായി എത്തിച്ചേരാൻ കഴിയുന്ന ഇടമാണ് പൂവാർ. പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് തൊഴിലവസരങ്ങളെയും വ്യവസായ സ്ഥാപനങ്ങളെയും മാരിടൈം ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് തുടങ്ങിയവയും ആകർഷിക്കും. കൂടാതെ കേരളത്തിൽ തന്നെ കപ്പൽ നിർമ്മാണം നടത്താൻ നിലവിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അവസരമാണിത്. ചെറുകിട നാവിക വ്യവസായങ്ങൾക്കും ഇത് സഹായിക്കും. നിലവിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ഒരു സഹകരണം ഉണ്ടാകുന്നത് പ്രതീക്ഷകളെ കൂടുതൽ ഉറപ്പിക്കുന്നു. പൂവാറിന്റെ തീരം, അതിന്റെ ഭൗതികവും സാങ്കേതികവുമായ ഘടകങ്ങൾ, സർക്കാർ പിന്തുണയും നിക്ഷേപ സാധ്യതകളും ചേരുമ്പോൾ ഇതൊരു സ്വപ്നം മാത്രമല്ല, യാഥാർത്ഥ്യമായി മാറാനിരിക്കുന്ന ചരിത്ര കർമ്മമാണ്. വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിംഗ് പൂർത്തിയാക്കി പ്രവർത്തനം തുടരുമ്പോൾ പൂവാറിൽ ഒരു കപ്പൽ നിർമ്മാണശാല കൂടിയാകുമ്പോൾ കേരളത്തിൽ അത് പുതിയൊരു തീരദേശ ചരിത്രം എഴുതും. രാജ്യത്തിനും സംസ്ഥാനത്തിനും സമുദ്ര വ്യാപാര രംഗത്ത് ലഭിക്കുന്ന നേട്ടങ്ങളും കേരളത്തിന്റെ തെക്കൻ തീരത്തിന് ലഭിക്കുന്ന അന്താരാഷ്ട്ര പ്രസക്തിയും ഈ പദ്ധതിയിലൂടെ കുത്തനെ ഉയരും. പ്രതിസന്ധികൾ ഏറ്റവും വേഗം മറികടന്ന് കപ്പൽ നിർമ്മാണശാല എന്ന സ്വപ്നം പൂവാറിൽ എത്രയും വേഗം യാഥാർത്ഥ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.